ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, തോപ്പിൽ വിശ്വാസ പരിശീലന വിഭാഗത്തിൻ്റെ ഫാമിലി കാറ്റഗിസം അവർ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക് പോഡ്കാസ്റ്റ് മെസ്സേജുകളായി നമ്മുടെ പള്ളിയുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ റിലീസ് ചെയ്യും. മാതാപിതാക്കളും കുട്ടികളും ഒരുമിച്ച് ചേർന്നത് കേൾക്കുവാനും പരസ്പരം ലഘു ചർച്ചകൾ നടത്തുവാനും വിശ്വാസ പരിശീലന വിഭാഗം അഭ്യർത്ഥിക്കുന്നു. ക്രിസ്തീയ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രധാന ഭാഗം എപ്പോഴും കുടുംബങ്ങൾ തന്നെയാണല്ലോ. അതുപോലെ തന്നെ ഈ 10-15 മിനിറ്റ് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് അല്പം ക്രിസ്തീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന നല്ല ശീലങ്ങളിലേക്ക് നമുക്ക് വളരാം. ഈ പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ഗ്രന്ഥമായ യുകാറ്റിൽ നിന്നുള്ള വിഷയങ്ങളാണ്. നമുക്ക് ക്രിസ്തുവിലേക്കുള്ള വിശ്വാസത്തിൽ സഭയോട് ചേർന്ന് വളരാം. നാം ഈ ഭൂമിയിലായിരിക്കുന്നത് എന്തിനാണ്? മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ ഉൽപ്പത്തി നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് പിന്നിലേക്ക് പോകുന്നു. നാം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്വർഗത്തിലെയും ഭൂമിയിലെയും സർവ്വ സൗഭാഗ്യങ്ങളും ഒന്നിച്ചുള്ള ദൈവത്തിൽ നിന്ന് വരുന്നു. അവിടുത്തെ ശാശ്വതവും അനന്തവുമായ സൗഭാഗ്യത്തിൽ നമ്മെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതേസമയം നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ സൃഷ്ടാവ് സമീപത്താണെന്ന് തോന്നും. പലപ്പോഴും അങ്ങനെയൊന്നും തോന്നുകയുമില്ല. നാം വീട്ടിലേക്കുള്ള വഴി കണ്ടുപിടിക്കുന്നതിന് ദൈവം തന്റെ പുത്രനെ നമ്മിലേക്ക് അയച്ചു. അവിടുന്ന് നമ്മെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുകയും എല്ലാ തിന്മയിലും നിന്ന് മോചിപ്പിക്കുകയും യഥാർത്ഥ ജീവിതത്തിലേക്ക് തെറ്റുവരാത്ത വിധം നയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അവിടുന്ന് വഴിയും സത്യവും ജീവനുമാകുന്നു. എന്തുകൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്? ഒരു മനുഷ്യൻ സ്നേഹിക്കുമ്പോൾ അവന്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്നു. തന്റെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അവനിത് തന്റെ സൃഷ്ടാവിൽ നിന്ന് ലഭിക്കുന്നു. ദൈവം ഒരു രഹസ്യമാണെങ്കിലും നമുക്ക് അവിടത്തെക്കുറിച്ച് മാനുഷിക രീതിയിൽ ചിന്തിക്കാനും ഇപ്രകാരം പറയാനും കഴിയും. തന്റെ സ്നേഹത്തിന്റെ ആധിക്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു. തന്റെ സ്നേഹത്തിന്റെ സൃഷ്ടികളായ നമ്മോട് തന്റെ അനന്തമായ സന്തോഷം പങ്കുവയ്ക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചു.